കേരള യൂണിവേഴ്സിറ്റി FIUGP അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ കരുതിയിരിക്കേണ്ടതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, AS മീഡിയയുടെ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ കയ്യിൽ കരുതുന്നത്? ഇപ്പം നിങ്ങളുടെ കാസ്റ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റി കോട്ട അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ, സ്പോർട്സ് കോട്ട വരെ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പ്രത്യേകമുള്ള സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ കോളേജിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ പല ഡോക്യുമെൻറ്റ്സും കൃത്യമായിട്ട് ഹാജരാക്കുക തന്നെ ചെയ്യണം. ഹാജരാക്കാൻ പറ്റാത്ത പക്ഷം നിങ്ങളുടെ അഡ്മിഷൻ തന്നെ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ കയ്യിൽ കരുതി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ്റെ നിങ്ങളുടെ പ്രിൻ്റ് ഔട്ട്, അത് ആപ്ലിക്കേഷൻ ടൈമിൽ തന്നെ പറയുന്ന കാര്യമാണ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ പ്രിൻ്റ് ഔട്ട് ഉണ്ടാവണം. ദെൻ രജിസ്ട്രേഷൻ ഫീ, അതിൻ്റെ ഒറിജിനൽ ഫീ റെസിപ്റ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ സ്ലിപ്പ് നിങ്ങളുടെ കയ്യിൽ കോപ്പി എടുത്ത് നിങ്ങളുടെ കൈവശം സൂക്ഷിക്കണം. ദ ഒറിജിനൽ ഫീ റെസിപ്റ്റ് ട്രാൻസാക്ഷൻ സ്ലിപ്പ് ടുവേർഡ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ. നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്ത കാര്യമാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീനെ പറ്റിയിട്ട്. അതായത് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പ്രൊസീജിയറാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടയ്ക്കുക എന്നുള്ളത്. അതിനുശേഷം മാത്രമേ മറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ കൊടുക്കേണ്ടതാണ്. ദെൻ അലോട്ട്മെൻറ്റ് മെമ്മോ, ലേറ്റസ്റ്റ് in case of candidate who get admission through centralized allotment, spot allotment or letter duly signed by the register in case of candidate who get admission through special order. ഓക്കെ, അപ്പം അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടായിരിക്കണം. ദെൻ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ദ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നിങ്ങൾ ലാസ്റ്റ് പാസ്സായിട്ടുള്ള എക്സാമിനേഷൻ +2 ആണെന്നുണ്ടെങ്കിൽ ആ +2ൻ്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ദെൻ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളവിടെ സബ്മിറ്റ് ചെയ്യണം. ദെൻ നിങ്ങൾ ലാസ്റ്റ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണോ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള TC, അതുപോലെ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ ഏതാണോ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ ലാസ്റ്റ് പഠിച്ചത് അവിടെ നിന്നുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ദെൻ കോഴ്സ് ക്യാൻസലേഷൻ മെമ്മോ ഫ്രം ദ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് അറ്റൻഡഡ്. കോഴ്സ് ക്യാൻസലേഷൻ മെമ്മോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ മറ്റ് ഈ പറഞ്ഞ പോലെ ഡിഗ്രി കോഴ്സസും മറ്റ് പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് അവിടെ നിർത്തിയിട്ടാണ് നിങ്ങൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോഴ്സ് ക്യാൻസലേഷൻ മെമ്മോയും കൂടി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ആൻഡ് ഈ പറഞ്ഞതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും കണ്ടക്ട് സർട്ടിഫിക്കറ്റും ഒക്കെ തന്നെ അറ്റസ്റ്റ് ചെയ്തായിരിക്കണം എന്നുള്ള കാര്യം കൂടി പലപ്പോഴും പറയാറുണ്ട്. Then certificate from the village officer, namely the applicant belonging to Antyodaya Anna Yojana and priority household category, or the income or asset certificate for economically weaker section EWS in general category for candidate under EWS category. EWS കാറ്റഗറിയിൽ പെടുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും നിങ്ങൾ വില്ലേജ് ഓഫീസറിൽ നിന്നും മേടിച്ച് കയ്യിൽ കരുതേണ്ടതാണ്. ദെൻ കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഫോർ കാൻഡിഡേറ്റ്സ് അണ്ടർ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് കോട്ട. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് കോട്ടയിലുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ഇനി SCBC കാൻഡിഡേറ്റ്, അതുപോലെ തന്നെ OEC കാൻഡിഡേറ്റ്, അതായത് SC/ST സീറ്റിലേക്ക് ക്ലെയിം ചെയ്യുന്ന OEC കാൻഡിഡേറ്റ്സ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. അത് ഈ പറഞ്ഞതുപോലെ അക്ഷയ വഴിയൊക്കെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നതായിരിക്കും. ദെൻ OEC കാൻഡിഡേറ്റ് ക്ലെയിമിങ് ഫീ കൺസെഷൻസ് ഉള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻ ദ കേസ് ഓഫ് കാൻഡിഡേറ്റ് എലിജിബിൾ ഫോർ OEC എഡ്യൂക്കേഷണൽ അസിസ്റ്റൻറ്റ്. ദെൻ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ടു പ്രൂവ് ദ ക്ലെയിം ഓഫ് ഗ്രേസ് മാർക്ക് വെയിറ്റേജ് ഇഫ് എനി. ഏതെങ്കിലും തരത്തിലുള്ള ഗ്രേസ് മാർക്കോ വെയിറ്റേജോ നിങ്ങൾ ആപ്ലിക്കേഷൻ ടൈമിൽ രജിസ്ട്രേഷൻ ടൈമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. The eligibility certificate from the University of Kerala in case of candidate who have passed qualifying examination other than HSC, VHSC conducted by Government of Kerala or the examination conducted by CBSE and ISC. Then transgender identity card issued by the state government if applicable. Then any other relevant certificate for any claim made in the application. നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിംസ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, EWS ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ക്ലെയിം നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക തന്നെ വേണം. ഇനി സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള കാര്യം ഇതാണ്: ഫെയിലിയർ ടു റിപ്പോർട്ട് ഫോർ അഡ്മിഷൻ.
Candidate who do not take admission on the prescribed date will lose their allotment. They will not be considered for any other further regular allotment under any circumstances. അതായത് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞ നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫർദർ അലോട്ട്മെൻറ്റിൽ നിന്നും കൺസിഡർ ചെയ്യുന്നതായിരിക്കില്ല. Then candidate have the freedom to change their password. However, they should take note of password and application number carefully for future login. നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ കൊടുത്തിട്ടുള്ള നിങ്ങൾക്ക് ഉള്ള പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. കാരണം മുന്നോട്ട് നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചാലും ഈ പാസ്വേഡും രജിസ്റ്റർ ലോഗിനും നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം. നിങ്ങൾക്ക് എപ്പോൾ റിസൾട്ടുകൾ നോക്കാനായാലും രജിസ്ട്രേഷനുകൾ നടത്താനായാലും എക്സാം രജിസ്ട്രേഷൻ നടത്താനായാലും റീവാലുവേഷൻ സ്ക്രൂട്ടിനി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾക്കൊക്കെ ആയാലും നിങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്യാന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ ഉണ്ടായിരിക്കണം ഈ ഒരു 4 വർഷ കാലയളവിൽ. Then application of candidate who do not register their personal academic data online and who do not give their option online within the time schedule will not be considered for allotment. അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും കൃത്യമായ രീതിയിൽ കൊടുത്തിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ അവരെ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. No opportunity will be given to incorporate any details after the last date of submission of application. Late or defective application will not be considered under any circumstances. ലേറ്റായിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങളെ അഡ്മിഷൻ FIUGP അഡ്മിഷന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതായിരിക്കില്ല. ഏതെങ്കിലും തരത്തിൽ തെറ്റായിട്ടുള്ള ഫോൾസ് ഇൻഫോർമേഷൻ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അഡ്മിഷനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതായിരിക്കും. Any board where the grades are awarded instead of mark, the candidate should enter the corresponding mark while entering the academic data. ഇനി നിങ്ങൾ പഠിച്ച ബോർഡിൽ ഈ പറഞ്ഞ പോലെ മാർക്ക് അടിസ്ഥാനമല്ല, പകരം ഗ്രേഡാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അക്കാഡമിക് ഡേറ്റ എൻ്റർ ചെയ്യേണ്ടതാണ്. റൗണ്ടിങ് ഓഫ് മാർക്ക് പെർസെൻറ്റേജ് ടു ദ നിയറസ്റ്റ് വോൾ നമ്പർ വിൽ നോട്ട് ബി പെർമിറ്റഡ്. അതായത് കറക്റ്റ് മാർക്ക് എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ മാർക്ക് തന്നെ ആയിരിക്കണം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് ഒരു ഫിഗർ എഴുതുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അല്ലെങ്കിൽ പെർസെൻറ്റേജ് കണക്ക് കൂട്ടി എഴുതുക എന്നുള്ളതല്ല. കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എന്താണോ ആ മാർക്ക് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. The university will not entertain any request for change of the date of online centralized allotment. Any other item not specifically covered in this prospectus will be decided by the university and the decision shall be final. Then preventive measure against ragging. If an applicant for admission is found to have indulged in ragging in the past, or if it is noticed later that he or she had indulged in ragging, either she will not be admitted or shall be expelled from the educational institution. അതായത് റാഗിങ് എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. അപ്പോൾ അതിൽ മുമ്പ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നീടായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഇതാണ് മെയിൻ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ഏകദേശം ഒരു ഐഡിയ, ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ കരുതി വെക്കേണ്ടത്, ആൻഡ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഒഫീഷ്യൽ ഇൻഫോർമേഷൻസ് അറിയുന്നതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.